ഞാൻ ഈ ലോകത്ത് പിറവിയെടുക്കുന്നത് കാഴ്ചയുള്ള വ്യക്തിയായിട്ടാണ്. രണ്ട് കണ്ണിന് കാഴ്ച ഉണ്ടായി, അങ്ങനെ ജനിച്ചു. കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എത്ര നല്ല ലോകമല്ലേ ഈ സുന്ദരമായ ലോകം! ആ പനമ, സൂര്യൻ, ചന്ദ്രൻ, പക്ഷികൾ, പൂക്കൾ, എന്തിനേറെ പറയുന്നു, നമ്മുടെ മുഖം കാണാൻ കഴിയാൻ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നാൽ ആ ഭാഗ്യം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് 8 വയസ്സ് വരെ മാത്രമേ നിലനിന്നുള്ളൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ആവശ്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വേറൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ആ ഭാഗ്യം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് 8 വയസ്സ് വരെ മാത്രമേ നിന്നുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, പാസ് എന്തോരം ബുദ്ധിമുട്ടി എന്നെ പിടിച്ചുകൊണ്ട് വന്ന് മൈക്ക് തന്ന് സ്റ്റാൻഡ് കാണിച്ച് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ആശ്രിത ജീവിതം നയിക്കുകയാണ്. 8 വയസ്സ് വരെ സ്വന്തം കാര്യങ്ങൾ സന്തോഷത്തോടെ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ ഇന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാനൊരു പൂർണ്ണ 100% കാഴ്ചയില്ലാത്ത വ്യക്തിയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്രയോ സന്തോഷ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. പെട്ടെന്ന് കർട്ടനിടുന്നത് പോലെ എൻ്റെ ലൈഫ് മുഴുവനും തകർന്നു പോയി. തിരുവനന്തപുരം ഒരു വേദിക്കകത്ത് നിൽക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അതിയായ സന്തോഷം എൻ്റെ ലൈഫിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രൈസുള്ള കാരണം എന്താണെന്ന് അറിയാമോ? തിരുവനന്തപുരം കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റലിൽ എന്നെ നോക്കി പറഞ്ഞത്, നിവിൻ 8 വയസ്സിൽ ഇനി വെറും 39 ദിവസം മാത്രമേ നിവിൻ ജീവിക്കത്തുള്ളൂ. നിവിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. നിവിൻ്റെ തലച്ചോറിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത്, തലച്ചോറിലോട്ട് കടന്ന് ഇനി അല്പ ദിവസങ്ങൾ മാത്രമേ നിവിനുള്ളൂ. റെറ്റിന ബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ 5 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന മാരകമായ ക്യാൻസർ രോഗം എൻ്റെ കണ്ണുകളിൽ പിടിപെട്ട് ഡോക്ടർ ഓരോ വിവരണങ്ങൾ പറയുമ്പോൾ മൂത്ത മകനായ ഞാൻ എൻ്റെ കുടുംബത്തിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ കുടുംബമാകെ തകർന്നു പോയി. ഇനി മുന്നോട്ടൊരു യാത്രയില്ല, ഇനി മുന്നോട്ടൊരു ജീവിതമില്ല. എൻ്റെ വീട് മരണതുല്യമായി മാറി. എല്ലാ ഡോക്ടേഴ്സ് വിവരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതുപോലെ പഠിക്കാൻ കഴിയത്തില്ല, ഓർമ്മശക്തി കാണത്തില്ല, കഴിവ് കാണത്തില്ല, വീട്ടിനകത്തൊരു ജീവശവം പോലെ കിടക്കുമെന്ന് പറഞ്ഞ് ഡോക്ടർ ആ അസുഖത്തിൻ്റെ വിവരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പപ്പ പറഞ്ഞു, എന്ത് വേണോ ചെയ്യാം, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് വേണോ ചെയ്യാമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞങ്ങളെ കൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ല, നിവിൻ ഇതിനുള്ള ചികിത്സയില്ല, ഇതിനുള്ള മരുന്നില്ല, ഇതിനുള്ള യാതൊന്നുമില്ല, വേണമെങ്കിൽ കണ്ണിനെ റിമൂവ് ചെയ്യാമെന്നല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് തിരുവനന്തപുരം കണ്ണാശുപത്രി എൻ്റെ ഫയല് ക്ലോസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പാസ്റ്ററിനോട് പറഞ്ഞു, ഇന്ന് അദ്ദേഹം നിത്യത്തിലാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത്രയും വിവരണങ്ങൾ വളരെ വിശുദ്ധമായി പറഞ്ഞിട്ടും ഒരക്ഷര പാസ്റ്റർ മിണ്ടിയില്ല. അവസാനം ഒരു വാക്ക്, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനസ്സോടെ ഡിസ്ചാർജ് കാർഡ് വാങ്ങി എന്നെ തിരുവനന്തപുരം വീട്ടിൽ, കുമാരപുരം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 69 ദിവസം എൻ്റെ വീട്ടിൽ തുടർച്ചയായ പ്രാർത്ഥന. 2002 കേരളത്തിൽ ചലിപ്പിച്ചുകൊണ്ടിരുന്ന ഒത്തിരി അഭിഷക്തന്മാർ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനൊരു ശവത്തെ പോലെ കിടക്കുമ്പോൾ എന്നെ കൊണ്ട് കിടത്തി എൻ്റെ തല മുതൽ പാദം വരെ കണ്ണുനീരൊഴുക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി അഭിഷക്തന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞത് 39 ദിവസമാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഓർമ്മശക്തി ഇല്ല. ഡോക്ടേഴ്സ് പറഞ്ഞു, അവർ രോഗത്തിൻ്റെ വിവരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു സഭ ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ അടയ്ക്കാൻ ഒരു കൂട്ടർ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, സകല വഴിയും സകല വാതിലുകൾ എനിക്ക് വേണ്ടി അടയപ്പെട്ടപ്പോൾ ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചോട്ടെ, അങ്ങനെ പാസ്റ്റർമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കെൻ്റെ തലയ്ക്ക് മേൽ ചില പ്രവചന ശബ്ദങ്ങൾ വന്ന് വീഴാൻ തുടങ്ങി. അങ്ങനെ ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി ചില പ്രവചന ശബ്ദങ്ങൾ മാറ്റി വെച്ചു കർത്താവ്. അതിലൊന്നാമത്തെ പ്രവചന ശബ്ദം, നിവിൻ രാജ്യങ്ങളിൽ സഞ്ചരിക്കും, ദേശാന്തരങ്ങളിൽ ചെന്ന് കർത്താവിനെ ഉയർത്തും, കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനമുള്ളവനായി മാറും, ഇവന്റെ മേൽ അസാധാരണമായ നിയോഗമുണ്ടെന്നൊക്കെ പ്രവചന ശബ്ദം കേൾക്കുമ്പോഴും ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, നമുക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്നാ?
കയ്യിൽ റിപ്പോർട്ട് ഇരിക്കുക, മരണത്തിന്റെ റിപ്പോർട്ട് ഇരിക്കുക, പ്രൈസ് ദി ലോർഡ്, തകർച്ചയുടെ റിപ്പോർട്ട് ഇരിക്കുക. റിപ്പോർട്ടുകൾ പലതിങ്ങനെ മാറി മാറി പല ടെസ്റ്റുകൾ റിപ്പോർട്ടുകൾ എല്ലാം ഇരിക്കുമ്പോഴും തലയ്ക്ക് മേൽ വീഴുന്നത് ഭയങ്കരമായ വാഗ്ദത്തം. അനുഗ്രഹ ഓഡിറ്റോറിയം മീറ്റിംഗിനകത്ത്, ഈ ചർച്ചിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ ആദ്യമേ ഒരു പ്രവചന ശബ്ദങ്ങൾ, ഒത്തിരി പ്രവചന ശബ്ദങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ, ഇന്ന് രാത്രി പറഞ്ഞോട്ടെ, റിപ്പോർട്ട് അല്ല സത്യം, കർത്താവ് പറഞ്ഞ വാക്കാണ് സത്യം. മിണ്ടിയില്ല. നിന്നെ നോക്കി പറഞ്ഞ റിപ്പോർട്ടുകൾ അല്ല സത്യം, പകരം ഉയരത്തിൽ നിന്ന് വന്ന വാഗ്ദത്തമാണ് ഇന്ന് രാത്രി കാലം നടക്കാൻ പോകുന്നത്. ലോകം പറഞ്ഞതല്ല സത്യം, നിങ്ങളുടെ ബന്ധുക്കൾ ചർച്ചക്കാ എന്തിനേറെ അഭിപ്രായങ്ങളല്ല സത്യം, പകരം അപ്പൻ എന്താണോ പറഞ്ഞത് അതാണ് സത്യം. അത് വിശ്വസിക്കുക. ഇന്ന് രാത്രി കാലം സുഗതം ബസ് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ വിളിച്ചു. പക്ഷെ ഇന്ന് രാത്രി കാലം ഞാൻ പറഞ്ഞോട്ടെ, 2002 തന്നെ എന്റെ തമ്പുരാൻ എന്റെ ഭാവിയെ ഡിസൈൻ ചെയ്തെങ്കിൽ ലോകം പറഞ്ഞു തീർന്നത്, ലോകം പറഞ്ഞു ഇനി മുന്നോട്ടൊരു യാത്രയില്ലെന്ന്, തമ്പുരാൻ പറഞ്ഞു തീർന്നിട്ടില്ല, തുടങ്ങാൻ പോണതേ ഉള്ളൂ. മിണ്ടില്ല. ലാസർ തീർന്നച്ചാ, യേശുവേ ലാസർ തീർന്നു, ലാസറിന് ഇല്ല. തമ്പുരാൻ പറഞ്ഞിട്ട് തീർന്ന കഥ പറയാനല്ല വന്നത്, ലാസർ ഓർമ്മയെന്ന് പറയാനല്ല വന്നത്. തീർന്നില്ല സാറേ, തുടങ്ങാൻ പോണതേ ഉള്ളൂ. പാസ്റ്റർ, ഇന്ന് രാത്രി ഞാൻ ആത്മവിധികളെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങളുടെ മിനിസ്ട്രിയെ നോക്കി പ്രവചിക്കുന്നു. ചിലത് തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഇതുവരെ ചെയ്തതല്ല, ഇതുവരെ വന്നതല്ല, ചിലത് അസാധാരണമായി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ കസേലയിൽ ഇരിക്കുന്ന തലമുറകളോട്, കുടുംബങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, തീർന്നു ബ്രദറെ, കഴിഞ്ഞു ബ്രദറെ, എന്റെ കുടുംബം പോയി ബ്രദറെ, എന്റെ തലമുറ പോയി. ആര് പറഞ്ഞു? വാഗ്ദത്തം പറയുന്നു, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ കൂടെ സമ്മതിക്കാൻ കഴിയുന്നവർ ഇരു കരങ്ങളെ ചേർത്തടിച്ച് രാജാതി രാജാവിനെ മഹത്വപ്പെടുത്തട്ടെ. മിണ്ടുന്നില്ല. അകത്ത് ദൂത് കത്തുന്നവൻ അടുത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കല്ലേ. അകത്ത് ദൂത് കത്തിയവർക്ക് അടുത്തുള്ള ആൾക്ക് കൊടുക്കരുത്. റിപ്പോർട്ട് അല്ല സത്യമച്ച, നിന്റെ മേൽ പകർന്ന വാഗ്ദത്തങ്ങൾ. പാസ്റ്ററെ, ഒത്തിരി കാലമായി പാസ്റ്ററെ വാഗ്ദത്തം കേട്ടിട്ട് ഒരു ചലനമില്ല. ഇന്ന് രാത്രി കാലം വിട്ടുകൊടുക്ക്. 7:31 സമയത്തിൽ വിട്ടുകൊടുക്ക്. ചലിക്കാത്ത വാഗ്ദത്തങ്ങൾ, കഴിഞ്ഞ 10 മാസം ചലിക്കാത്ത വിഷയങ്ങൾ ഈ 13-ാം തീയതി 7:30 കഴിയുന്ന സമയത്ത് എന്റെ കർത്താവ് ചലിപ്പിക്കാൻ പോകെ. പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ എനിക്ക് കൃപയാൽ ബൈബിൾ കോളേജിൽ MD പാസ്സാവാൻ ദൈവം എനിക്ക് അവസരം തന്നു. കൃപയാൽ PG കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. കർത്താവിനൊന്ന് ഒരു ആമേൻ പറ. വേണ്ടിയില്ല, നല്ലൊരു ആമേൻ പറ. എനിക്ക് ഈ മൈക്ക് പിടിക്കാൻ ഞാൻ കൊതിച്ച നാളുകൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ട്. ഞാൻ ചർച്ച് കൊയറിൻ്റെ ഏറ്റവും പുറകിലായിരുന്നു. ഞാൻ ബേസിക്കലി ഒരു തബലിസ്റ്റ് ആയിരുന്നു. എൻ്റെ തബലയ്ക്ക് മാത്രമേ എനിക്ക് മൈക്കുള്ളൂ, എനിക്ക് മൈക്കില്ലായിരുന്നു. എനിക്ക് മൈക്ക് വെച്ച് പാടാനുള്ള കപ്പാസിറ്റി എൻ്റെ ലൈഫിനകത്തില്ലായിരുന്നു. ഞാൻ ജനിച്ച് വീണപ്പോൾ എനിക്ക് എന്താ പറയുന്നത്, ക്ലെഫ്റ്റ് പാലറ്റ് ഇല്ലായിരുന്നു. അണ്ണാക്കില്ലാത്തത് കൊണ്ട് എൻ്റെ മമ്മി വളരെ ബുദ്ധിമുട്ടിയാണ് എന്നെ വളർത്തിയത്. ഇതിൻ്റെ വേദന ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ്. ഭയങ്കര വേദന എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. കാരണം എന്താണെന്നറിയാമോ, ഞാനിവിടെ പള്ളിമുക്ക് സെൻറ്റ് ആനീസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെയൊക്കെ അവസാനം കണ്ട മണ്ണാണ്. പ്രൈസ് ദി ലോർഡ്. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പേ ഞാൻ പഠിച്ച സ്കൂളിൽ, അവിടെ മാത്രമല്ല അതിന് മുമ്പേ പഠിച്ച സ്കൂളിലെല്ലാം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഹപാഠികളെല്ലാവരും ഞാൻ എങ്ങനെ സംസാരിക്കുന്നു അവർക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ അവരെൻ്റെ കുഴപ്പത്തിലേക്ക് വരും. മൂക്ക് വെച്ച് സംസാരിക്കും, അവരെൻ്റെ കൂടെ അങ്ങനെ സംസാരിക്കും. ഭയങ്കര വേദനയാണ്. അവർക്കതൊരു കോമഡിയാണ്. പക്ഷെ കേൾവിക്കാരന് എത്ര അധികം വേദനിക്കണമെന്ന് ആർക്കും അറിയത്തില്ല. അന്നും ചർച്ചിൽ പാടാൻ ഭയങ്കര ആഗ്രഹം. പക്ഷേ എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും കോമഡിയാണ്. അക്ഷരസ്ഫുടതയില്ലാത്ത പാടുന്ന എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. എന്നും ഞാൻ ഓർക്കുന്നു, എൻ്റെ ചർച്ചിലെ മൈക്ക് എടുത്തോണ്ട് പോയിട്ട് ആ സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് പാടി തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഒരാമയും പറഞ്ഞട്ടെ, ഇതൊന്ന് പിടിക്കാൻ കൊതിച്ച നാളുകൾ എൻ്റെ ലൈഫിൻ്റെ അകത്തുണ്ടായിരുന്നു. മിണ്ടിയില്ല. കൊതിച്ചെന്നാളും കർത്താവ് ഒരു തവണ തരണേ. അന്ന് മൈക്ക് ചോദിക്കാൻ പറയാ, നിനക്ക് ശബ്ദമില്ല, നിന്റെ ശബ്ദത്തിന് ക്ലാരിറ്റി ഇല്ല, നിന്റെ പാട്ട് കേൾക്കാൻ കൊള്ളത്തില്ല, അഥവാ ഞാൻ പാടിയാൽ എല്ലാവർക്കും കോമഡിയാണ്. അന്നും ഞാൻ കേൾക്കുന്ന വാഗ്ദത്തം, ഇവൻ പാടും, ഇവൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രസംഗിക്കും, ദൈവരാജ്യത്തിന് വേണ്ടി ഇവന്റെ ശബ്ദം പ്രയോജനം ചെയ്യുമെന്ന് പറയുമ്പോഴും
എൻ്റെ ശബ്ദവും ഈ വാഗ്ദത്തവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാഗ്ദത്തം പറയുന്നു നിവിൻ പാടും, പക്ഷെ എൻ്റെ ശബ്ദം യാതൊരു ബന്ധവുമില്ല. ഈ പറഞ്ഞ വാഗ്ദത്തമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവൻ രാജ്യങ്ങളിൽ ചെന്ന് പ്രവചിക്കും, വർഷിപ്പ് ചെയ്യും, ദൈവത്തിന് പ്രയോജനപ്പെടും. ഇവൻ്റെ ശബ്ദം എന്ന് പറയുമ്പോഴും യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഒരു ദിവസം എൻ്റെ അമ്മ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിവിൻ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം, കാരണം ഞാൻ അവൻ്റെ അമ്മയാണ്. പക്ഷെ ഇവൻ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലാകണ്ട കർത്താവേ എന്ന് പറഞ്ഞു. സന്ധ്യപ്രാർത്ഥനയിൽ എന്നെ തളർത്തിയില്ല. സന്ധ്യപ്രാർത്ഥനയ്ക്ക് എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്നു, വർഷിപ്പ് ചെയ്യാൻ ദൈവം എനിക്ക്, എൻ്റെ മമ്മി. കാരണം കളിയാക്കാൻ ആരില്ല, കോമഡിയാണെന്ന് പറയാൻ ആളില്ല. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. 14 വയസ്സിൽ അമേരിക്കയിൽ നിന്ന് ഡോക്ടേഴ്സ് ഇന്ത്യയിലേക്ക് വന്ന് ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ക്യാമ്പ് നടത്തി. 3 തവണ ഓപ്പറേഷൻ മാറ്റിവെച്ച് 4ാം തവണയും മാറ്റിവെക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ബാലരാപുരത്ത് ഞാൻ പോകുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞത് അവിടെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം നിവിൻ്റെ വിഷയമാണ്. ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്യുക, വേഗത്തിൽ തമിഴ്നാട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നു. അടിവരയിട്ട് പറയാം, റിപ്പോർട്ടല്ല സത്യം, വാഗ്ദത്തമാണ് സത്യം. റിപ്പോർട്ടല്ല സത്യം, വാഗ്ദത്തമാണ് സത്യം. അന്ന് മുതൽ പാടാൻ തുടങ്ങിയത്. എങ്ങനെ പാടാതിരിക്കും? ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേ കളരികിൽ നീ എന്നുമെന്നും വേണം. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. എൻ്റെ ചങ്കാണേ, എൻ്റെ ചങ്കാണേ, പാടിയാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. ജോയ് പാസ്റ്റർ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പാട്ടിൻ്റെ ആൽബത്തിന് വേണ്ടി ഞാൻ എൻ്റെ സ്റ്റുഡിയോയ്ക്കകത്ത് കയറി ഹെഡ്ഫോൺ ധരിച്ച് എൻ്റെ ട്രാക്കിങ്ങിനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ, എൻ്റെ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു, ഇവനെ പാട്. എനിക്ക് പാടാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ 1-2 മിനിറ്റുകൾ സ്റ്റക്കായി. എൻ്റെ ട്രാക്കിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒരു വരി പാടാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ശബ്ദം കൊണ്ട് അവഗണിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. ഇന്നൊരു സ്റ്റുഡിയോയ്ക്കകത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ഒന്ന് കർത്താവിനെ വെളിപ്പെടുത്തി രാമൻ പറഞ്ഞാട്ടെ, കർത്താവിനെ നാലറി വിളിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി കാലം എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്നയുടെ കാലം മാറാൻ പോകുക. അവഗണിച്ച കാലം മാറി നിന്നെ പരിഗണിക്കാൻ പോകുകയാണ്. ഹേ,